ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് 100% തീരുവ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്കാണ് തീരുവ ഏർപ്പെടുത്തുന്നത്. എന്നാൽ അമേരിക്കയിൽ ഫാക്ടറി സ്ഥാപിച്ച് മരുന്ന് ഉൽപ്പാദിക്കുന്ന കമ്പനികൾക്ക് തീരുവ ബാധകമാകില്ല. ഒക്ടോബർ 1 മുതലാണ് പുതിയ തീരുവ പ്രാബല്യത്തിലാകുന്നത്. എല്ലാ ബ്രാൻഡഡ് പേറ്റന്റ് കമ്പനി മരുന്നുകൾക്കും നികുതി ബാധകമാകും. മരുന്നുകൾക്ക് 100% വരെ തീരുവ പ്രഖ്യാപിച്ചതിനു പുറമെ കിച്ചൺ ക്യാബിനറ്റുകൾ, ബാത്റൂം വാനിറ്റികൾ എന്നിവയ്ക്ക് 50% തീരുവയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്ഹോൾസ്റ്ററി ഫർണിച്ചറുകൾക്ക് 30%വും ഹെവി ട്രക്കുകൾക്ക് 25%വും തീരുവ ചുമത്തിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ 50% തീരുവ ചുമത്തിയത്. ആദ്യം 25% തീരുവ ചുമത്തിയ ട്രംപ് ഭരണകൂടം ഓഗസ്റ്റ് 27 മുതൽ ഇത് 50%ആക്കി വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് മരുന്നുകൾക്ക് 100% വരെ തീരുവയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ മരുന്ന് വിപണിയാണ് US. അതിനാൽ തന്നെ US-ന്റെ തീരുവ ഉയർത്തൽ ഇന്ത്യക്ക് കനത്ത ആഘാതം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. 2023-24 കണക്കുപ്രകാരം $870 കോടി മരുന്നുകൾ ഇന്ത്യ US-ലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഇന്ത്യയുടെ മൊത്തം മരുന്ന് കയറ്റുമതിയിൽ 31% വിഹിതവുമായി അമേരിക്കയാണ് ഏറ്റവും വലിയ വിപണി. ഇന്ത്യൻ മരുന്ന് നിർമ്മാണ കമ്പനികളുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സും അമേരിക്കയാണ്. US-ലേക്കുള്ള ഇന്ത്യയുടെ മൊത്തം വാണിജ്യ ഉൽപ്പന്ന കയറ്റുമതിയിൽ 11% മരുന്നുകളാണ്. അതേസമയം ജീവൻ രക്ഷാ മരുന്നുകളായ ജനറിക് മെഡിസിനുകൾക്കും പുതിയ തീരുവ ബാധകമാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്കക്കാർ കഴിക്കുന്ന ജനറിക് മരുന്നുകളിൽ 47%വും ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനം ഇന്ത്യയിലെ ഫാർമ മേഖലയെ വലിയ തോതിൽ ബാധിച്ചേക്കും.